ഇതിലെ അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 14 ദ എസ്റ്റിമേറ്റഡ് ടാക്സബിൾ ഇൻകം ഓഫ് വിജയ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2023-24 ഈസ് 12 lakh. വിജയിൻ്റെ ടാക്സബിൾ ഇൻകം ടോട്ടൽ ടാക്സ് കൊടുക്കേണ്ട വരുമാനം 12 ലക്ഷമാണ്. കാൽക്കുലേറ്റ് ദ അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 23-24 ഇഫ് ഹി ഓപ്റ്റ് ഫോർ ഓൾഡ് ടാക്സ് റീജിയം. അത് നമ്മൾ മനസ്സിലാക്കണം. ഓൾഡ് ടാക്സ് റീജിയം അതുപോലെ ന്യൂ ടാക്സ് റീജിയം രണ്ടെണ്ണം ഉണ്ട്. 2023-24 കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓൾഡ് ടാക്സ് റീജിയം ആയാൽ ഭയങ്കര ടാക്സിൻ്റെ റേറ്റ് ഉണ്ടാകും, പക്ഷെ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ടാവും. എന്നാൽ ന്യൂവിലാണെങ്കിൽ നമ്മൾ പഠിച്ച ATC പോലത്തെ ഒരുപാട് ഡിഡക്ഷൻസ് ഇൻകം ടാക്സ് അനുവദിക്കുന്നില്ല. പക്ഷേ ടാക്സ് വളരെ സിംപ്ലിഫൈഡ് ആണ്, അതായത് ടാക്സിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹം ഓൾഡാണ് തിരഞ്ഞെടുക്കുന്നത്. ഓൾഡാണെങ്കിൽ നമ്മളെ പഴയ സ്ലാബ് അനുസരിച്ച് 2,50,000 വരെ ടാക്സ് വേണ്ട, 2,50,000 to 5 ലക്ഷം വരെ 5%, അങ്ങനെ ആ ഒരു മെത്തേഡാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. നമ്മളോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ദ അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലോണ്, അതായത് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ വർഷത്തെ ടാക്സ് അടുത്ത വർഷം അടച്ചാൽ മതി അല്ലേ. പക്ഷേ ഒരാളുടെ ടോട്ടൽ ടാക്സബിൾ ലയബിലിറ്റി ടാക്സ് 10,000 മേലുണ്ടെങ്കിൽ, 10,000 അല്ലെങ്കിൽ 10,000 മേലുണ്ടെങ്കിൽ, അതായത് ടാക്സ് അടക്കേണ്ടത് ഏകദേശം 10,000 മേലെ ഉണ്ടാവും എങ്കിൽ, ടോട്ടൽ ഇൻകമല്ല, ടാക്സ് അടക്കേണ്ടത് 10,000 മേലെ ഉണ്ടാവുമെങ്കിൽ അയാൾ ഈ വർഷത്തെ ആ ടാക്സ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് ഈ വർഷം തന്നെ അടക്കണം. ഈ വർഷത്തെ ടാക്സ് അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ അടക്കണം. അതെന്തിനാ അങ്ങനെ വെക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര വരുമാനം ഉണ്ടിക്കുമല്ലോ. അപ്പോൾ ഒരു 50 ലക്ഷം വരുമാനം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അയാൾക്ക് ടോട്ടൽ ഒരു 15 ലക്ഷം ടാക്സ് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അടുത്ത വർഷം ടാക്സ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അയാളെ കയ്യിൽ ഈ പൈസ ഒന്നും ഉണ്ടായിക്കോളുന്നില്ലൊക്കെ ചിലവായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് വലിയൊരു ബാധ്യത വരും. ഈ വർഷത്തെ വരുമാനത്തിന് അടുത്ത വർഷം ടാക്സ് കൊടുക്കാനാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പാപ്പരായക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുമാനം കിട്ടുമ്പോൾ തന്നെ ടാക്സ് ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റായി കൊടുത്തുകൊണ്ടിരിക്കുക എന്നൊരു മെത്തേഡാണ് അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് 12 ലക്ഷമാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ടാക്സ് എത്രയെന്ന് കണ്ടെത്തണം. അവിടെ ടാക്സ് അദ്ദേഹം അഡ്വാൻസ് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് കണ്ടെത്തണം. അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞാൽ ഇതാണ്. ടോട്ടൽ അടക്കേണ്ട ടാക്സ് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ജൂൺ 15 മുമ്പ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിൻ്റെ 15% അടക്കണം. അതേപോലെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെപ്റ്റംബർ 15 മുമ്പ് 45% ടോട്ടൽ ടാക്സിൻ്റെ 45% അടക്കണം. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഡിസംബർ 15 മുമ്പ് 75%. നാലാമത്തത് മാർച്ച് 15 മുമ്പ് 100% ടാക്സ് അടക്കുക അല്ലേ. ഇതാണ് അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് പറഞ്ഞാൽ ഈ രൂപത്തിൽ ടാക്സ് അടക്കുന്നതിനാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ 12 ലക്ഷത്തിന് എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളതൊന്ന് കണ്ടെത്തി നോക്കാം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് വേണ്ട. 12 ലക്ഷത്തിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. 2.5 ലക്ഷം to 5 ലക്ഷം അതിന് 5% ടാക്സ്. 2.5 ലക്ഷത്തിൽ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം തന്നെ ഉണ്ടാവും. അപ്പോൾ 5% 12,500 അതിന് ടാക്സ് കൊടുക്കണം. 5 ലക്ഷം to 10 ലക്ഷം വരെ 20% ടാക്സ്. പഴയ റീജിയനിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ലക്ഷം, അവിടെ 5 ലക്ഷത്തിൻ്റെ 1 ലക്ഷം ടാക്സ് കൊടുക്കണം. 10 ലക്ഷം to 20 ലക്ഷം വരെയുള്ളതിന് 30% ടാക്സ്. അപ്പോൾ അദ്ദേഹത്തിന് 12 ലക്ഷം, അവിടെ 2 ലക്ഷത്തിന് 30%, 60,000. അപ്പോൾ ടോട്ടൽ അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടത് 1,72,000 പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് 4% എക്സ്ട്രാ അതും വേണം. ഈ 1,72,000 4% 6,900. ടോട്ടൽ 1,79,400 അദ്ദേഹം ടാക്സ് അടക്കേണ്ടത്. ഇനി ഈ ടാക്സ് നമ്മൾ പറഞ്ഞാൽ 4 ഇൻസ്റ്റാൾമെൻ്റ് ആക്കിയിട്ട് അടക്കണം. അപ്പോൾ ഇനി 4 ഇൻസ്റ്റാൾമെൻറ്റ് കാണാൻ സുഖമല്ലേ. അപ്പോൾ ആൻസർ ചെയ്തും അതാണ് വേണ്ടത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ജൂൺ 15 മുമ്പ് 15%. ഏതിൻ്റെ 15%? ഈ 1,79,400 ടോട്ടൽ ടാക്സ് ലയബിലിറ്റിൻ്റെ 15%. അത് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇത്ര. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 45%. അപ്പോൾ 45-ൽ 15 നേരത്തെ കൊടുത്തിട്ടുണ്ട്, ബാക്കി 20% ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 75%. 45 നേരത്തെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി
ലാസ്റ്റ് 100%. അപ്പോൾ ആ 75 കഴിച്ചിട്ട് ബാക്കി 25% ലാസ്റ്റത്തിൽ ഉണ്ടാവുള്ളൂ. ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് നമ്മൾ 1,79,400 വെച്ച് കണ്ടാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി. അപ്പോൾ ഈ ചോദ്യത്തിൽ പ്രധാനമായിട്ടും എന്താണ് അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത് പഠിക്കണം. 2 പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഓൾഡ് സ്കീം അനുസരിച്ച് എന്നുള്ളതിന് പ്രത്യേകം മനസ്സിലാക്കാനൊന്നുമില്ല.